മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം ഒന്നാമത്തെ ആഴ്ചയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചന ഭാഗമാണ് തിരുസഭ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്നത്. യേശുനാഥന്റെ അപ്പസ്തലന്മാരുടെ പേരുകളും യേശുനാഥൻ അവരെ സുവിശേഷ വേലയ്ക്കായി അയക്കുന്നതുമാണ് ഈ ദൈവവചന ഭാഗത്തിലെ പ്രതിപാദന വിഷയം. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിലെ സംഘർഷങ്ങളെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും ശ്ലീഹന്മാരുടെ പേരുകൾ വായിക്കുന്നത് തന്നെ വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. നാം പേരുകൾ എടുത്ത് വായിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ കാണുന്നത് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ശ്ലീഹ, ക്ഷിപ്രകോപികളായിരുന്ന യാക്കൂബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും, അല്പവിശ്വാസിയെ നീശോ തന്നെ വിളിക്കുന്ന തോമസ് ശ്ലീഹ, ചുങ്കക്കാരനായിരുന്ന മത്തായി, തീവ്രവാദി ആയി അറിയപ്പെട്ടിരുന്ന യൂദാസ്, ഏറ്റവും ഒടുവിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത. പ്രിയമുള്ളവരെ, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യാനായി ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായി, ഏറ്റവും നന്നായി നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് നാം തിരഞ്ഞെടുക്കുന്നത്. ഈശോയ്ക്ക് മുന്നിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ തിരഞ്ഞെടുത്തത് തൻ്റെ കുറവുകളുള്ള, പലവിധ ബലഹീനതകളുള്ള ഈ മനുഷ്യരെയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ദൈവത്തിന് ഓരോ മനുഷ്യനെക്കുറിച്ചും ഒരു പ്രതീക്ഷയുണ്ട്. പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് യൂദാസിന്റെ കാര്യം. എന്തുകൊണ്ടാണ് ഈശോ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിനെ തിരഞ്ഞെടുത്തത്? അതിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. യൂദാസിനെ കുറിച്ചും ഈശോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. 3 വർഷം തൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട്, തൻ്റെ വചനങ്ങൾ കേട്ട്, താൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് തൻ്റെ ഒപ്പം ജീവിച്ച് ആ 3 വർഷം കൊണ്ട് ഒരുപക്ഷെ യൂദാസിന്റെ ജീവിതത്തിലും ഒരു മാനസാന്തരം സംഭവിക്കാമെന്ന് യേശു വിശ്വസിച്ചിരിക്കാം, കരുതിയിരിക്കാം. ആ ഒരു കാരണം കൊണ്ടാണ് ഈശോ യൂദാസിനെ തിരഞ്ഞെടുക്കുന്നത്. യൂദാസിന് ഈശോ ഒന്നും മാറ്റി നിർത്തുന്നില്ല. തൻ്റെ ഒപ്പം തൻ്റെ മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ യൂദാസിനെ സ്നേഹിക്കുകയും യേശുവിനൊപ്പം കൊണ്ടുനടക്കുകയും ചെയ്തു. തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും ഈശോ യൂദാസിനെയും സ്നേഹിച്ചു. മറ്റ് സ്ത്രീഹന്മാരെ പോലെ തന്നെ അവനെയും സ്നേഹിച്ചു. ഏറ്റവും ഒടുവിൽ അത്താഴമേശയിൽ അവനും ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന, യൂദാസിനെ കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ അവന് സാധിച്ചില്ല. ഈശോ ആഗ്രഹിച്ച പോലെ ഒരു മാനസാന്തരം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചും ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആ പ്രതീക്ഷയുടെ ഉത്തരമാണ്. നമ്മൾ തിരിച്ചു വരും, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കും, നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമ്മൾ എഴുന്നേക്കുമെന്ന് ദൈവത്തിന് നമ്മെക്കുറിച്ചും പ്രതീക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളെല്ലാം മറന്നുകൊണ്ട് ഓരോ നിമിഷവും ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ചുറ്റും കുറവുകളും വീഴ്ചകളുമുള്ള ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ദൈവികരായി മാറുന്നത്. ഒരിക്കൽ ഒരു ഭവന സന്ദർശനത്തിനായി പോയപ്പോൾ നടന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു ഭവനത്തിലേക്ക് ചെല്ലുന്നതിന് മുന്ന് അവിടുത്തെ 20 വയസ്സുള്ള മകനെപ്പറ്റി ആളുകൾ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അവൻ ശരിയല്ല, അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അച്ഛൻ അവനെ കാണണം, സംസാരിക്കണമെന്ന് അവനെപ്പറ്റി പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ വീട്ടിലേക്ക് കടന്ന് ചെന്നപ്പോൾ അവൻ്റെ അമ്മയുണ്ട്, അപ്പനുണ്ട്, അതുപോലെ തന്നെ അവൻ്റെ വല്യപ്പനും വല്യമ്മയുമുണ്ട്. വീട്ടിലെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. അവൻ്റെ അപ്പനും വല്യപ്പനുമൊക്കെ എൻ്റെ അടുത്ത് ഇവനെപ്പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവനും അവിടെ നിശബ്ദനായി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അമ്മ, മറ്റുള്ളവർ അവനെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോഴെല്ലാം അവൻ്റെ അമ്മ അവനെ സാധൂകരിച്ചു. അവനെപ്പറ്റി അവൻ അങ്ങനെയല്ല ചെയ്തത്, അല്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അവനെ സാധൂകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഏറ്റവും അവസാനം അവിടെ നിറങ്ങുന്നതിന് മുന്നേ ഈ അമ്മയെ വിളിച്ച് ഞാൻ ചോദിച്ചു, മകനെക്കുറിച്ച് പലരും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അവനെപ്പറ്റി ഒന്നും മോശമായി പറയുകയോ ചെയ്തില്ലല്ലോ. എന്താണ് കാരണം? ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും വീണ്ടും അവൻ തെറ്റിലേക്ക് പോകുന്നത്. ഉടനെ അമ്മ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛൻ, എനിക്കറിയാം എൻ്റെ മോൻ ഒത്തിരി കുറവുകളുണ്ട്, അവൻ തെറ്റുകൾ ചെയ്യുന്നവനാണ്, അവന് പല വീഴ്ചകളുണ്ട്. എന്നാൽ ഞാനും കൂടി അവനെ ഉപേക്ഷിച്ചാൽ പിന്നെ അവനെ ആരുമില്ല. സ്നേഹമുള്ളവരെ, ഇതേ സ്നേഹം തന്നെയാണ് ദൈവം നമ്മോടും കാട്ടുന്നത്. നമുക്ക് വീഴ്ചകളും ബലഹീനതകളും ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചു വരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അന്ത്യത്താഴ വേളയിൽ പോലും യൂദാസിനൊരു സ്ഥാനമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവസാന നിമിഷമെങ്കിലും യൂദാസ് മടങ്ങി വരും, ഒരു മാനസാന്തരം അവന് സംഭവിക്കുമെന്ന് ഈശോ പ്രതീക്ഷിച്ചിരുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷകളെ നമുക്ക് കാക്കാം. അതോടൊപ്പം നമ്മുടെ ചുറ്റും ഇങ്ങനെ ബലഹീനതകളുള്ള, വീഴ്ചകളുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ദൈവിക മനുഷ്യരായി മാറാം.
ഇതിനായി സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.